എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹീറോയെയും അവന്റെ ഫ്രണ്ട്സിനെയും അവരെല്ലാവരെയും പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെ ചേർന്ന് ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ക്ലാസ് കട്ട് ചെയ്ത് ലാസ്റ്റ് ടൈം ആ ഒരു ഷോയിൽ പങ്കെടുത്തു. അതാണ് അവർക്കെതിരായിട്ടുള്ള കുറ്റം. അതിലൊരു ടീച്ചറാണെങ്കിൽ ഹീറോയെ പിടിച്ചു വലിച്ച് കൊടയാനായിട്ട് തുടങ്ങും. അക്സുമിയും ഒറിഹിബയും അവർ രണ്ടുപേരും ഞങ്ങൾ അറിയാതെ ആ ഷോയിൽ ചെന്ന് പെട്ടതാണ്, ഞങ്ങൾക്കതിന് പണിഷ്മെന്റ് ഒന്നും തരരുതെന്ന് പറഞ്ഞ് അവർ റിക്വസ്റ്റ് ചെയ്യും. അതേസമയം ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ കണ്ണീരിൽ അലിഞ്ഞ് എല്ലാവരും ഹീറോയെ തന്നെ കുറ്റപ്പെടുത്തും. ആ സമയം നമ്മുടെ റുക്കിയ അവള് ഹീറോയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ടീച്ചേഴ്സിനോട് പറയും, സത്യത്തില് ഇവരാരും കുറ്റക്കാരല്ല, ഞാനാണ് ഇവരെ എല്ലാവരെയും നിർബന്ധിച്ച് ഒരു ഷോയിലേക്ക് കൊണ്ടുപോയത്. സോ എന്ത് പണിഷ്മെന്റ് ആണെങ്കിലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവൾ വിഷമത്തോടു കൂടെ പറയും. റുക്കി അങ്ങനെ കരയുന്നത് കണ്ട ടീച്ചറിന്റെ നെഞ്ച് തകരും. ടീച്ചർ ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ ആശാന്മാരാണെങ്കിൽ നൈസായിട്ട് ഓഫീസിന്റെ ഡോർ തുറന്ന് അവിടുന്ന് ഓടി പുറത്തേക്ക് പോവും. അവരോടുന്ന് കണ്ട ടീച്ചർ ആണെങ്കിൽ അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ റുക്കിയ അവളും അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. ടീച്ചറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആള് ചമ്മി ഐസായി കരയാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ റുക്കിയ അവള് ഹാപ്പിയായി നമ്മുടെ ആൾക്കാരൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അവൾക്ക് ഞൊട്ടിയിടയിൽ ഒരു ഹോളോയെ സെൻസ് ചെയ്യാനായിട്ട് കഴിയുക. അവളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ ഹീറോയുടെ കൈ പിടിച്ച് അവിടുന്ന് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അതുകണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് അങ്ങനെ വണ്ടർ അടിച്ച് പരസ്പരം നോക്കും. ഇനി ഒരു പക്ഷേ എല്ലാവരും പറയും പോലെ ഇവർ രണ്ടുപേരും പ്രണയത്തിലാണോ, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ വെച്ച് അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ച് അവരങ്ങനെ പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങും. മുടിയനാണെങ്കിൽ അവരോട് പറയും, അവർ തമ്മിൽ പ്രണയമാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്കറിയാത്ത എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവർക്കിടയിൽ നടക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടിൽ എന്തോ ഒന്ന് അവർ തന്നെ നോക്കുന്നതായിട്ട് ആ മുടിയൻ കാണുകയാണ്. ഇതാ ഇവിടെ റുക്കയും ഹീറോയും അവർ രണ്ടുപേരും ആ ഹോളോയെ സെൻസ് ചെയ്ത് ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരും. അവിടെ എത്തുമ്പോൾ ഇവിടെ ഹോളോയ്ക്ക് പകരം ഒരു സ്പിരിറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഹീറോ ആണെങ്കിൽ ടെൻഷനായി അവളോട് പറയും, നിന്റെ ഡിവൈസ് പൂർണ്ണമായിട്ടും കംപ്ലൈന്റ് ആയിരിക്കുകയാണ്, അത് വലിച്ചെറിയുന്നതാണ് ഏറ്റവും നല്ലത്. നീ ഇത് കണ്ടില്ലേ, ഇവനൊരു ഹോളോ ഒന്നും അല്ല, വെറും സ്പിരിറ്റ് ആണ്. പക്ഷെ അവളാണെങ്കിൽ തറപ്പിച്ച് പറയും, സത്യമായിട്ടും എന്റെ ഈ ഡിവൈസ് അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് സെൻസ് ചെയ്തത്. ഒരു പക്ഷെ ആ ഹോലോ അത് ഇവനെ ഫോളോ ചെയ്തായിരിക്കും വന്നിരിക്കാന്ന് പറഞ്ഞ് അവൾ അവനോട് ചോദിക്കും. പക്ഷെ സ്പിരിറ്റ് ആണെങ്കിൽ പേടിച്ചു വരച്ചിരിക്കുകയാണ്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ അത് മറുപടി പറയില്ല. അതിനവള് അതിനെ പിടിച്ചു വലിച്ച് അതിനോട് ദേഷ്യപ്പെടും. അതാണെങ്കിൽ പേടിച്ചു വരച്ച് നമ്മുടെ ആൾക്കാരോട് പറയും, എന്നെ കൊല്ലാനായിട്ട് മോൺസ്റ്റർ എന്റെ പിന്നാലെ വന്നു, ഞാൻ അതിനെ കണ്ടു പേടിച്ചാണ് ഇവിടേക്ക് വന്ന് ഒളിച്ചിരുന്നത്. ഹീറോ ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവനെ സോൾ സൊസൈറ്റിയിലേക്ക് പറഞ്ഞയക്കും. കട്ട് ചെയ്ത അവർ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലായി തിളങ്ങുന്ന നക്ഷത്ര കണ്ണും കോട്ടും സോട്ടും ഒക്കെ ഇട്ട് ആരോ ഒരാള് നമ്മുടെ ആൾക്കാരെ നോക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സ്കൂളില് സ്റ്റുഡൻസിന്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഒറിഹിബയ്ക്കാണെങ്കിൽ നല്ല സന്തോഷം, കാരണം അവൾക്ക് നല്ല മാർക്കുണ്ട്. അതേസമയം ഹീറോയ്ക്ക് 23ാമത്തെ സ്ഥാനം ഉണ്ടെന്നറിഞ്ഞ് അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഷോക്ക് ആവുകയാണ്. മുടിയനാണെങ്കിൽ 11ാമത്തെ സ്ഥാനവും. 1ാം സ്ഥാനത്താണെങ്കിൽ അവർക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ഉടനെ റുക്കിയാണെങ്കിൽ അവരുടെ ഡിവൈസുമായി ഹീറോയുടെ അടുത്തേക്ക് വരും. എനിക്ക് വീണ്ടും ഒരു ഹോളോയെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് എത്രയും വേഗം ഹോളോയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് അവനുമായിട്ട് ഉഷാറായിട്ട് ഓടും. അങ്ങനെ ഓടുന്ന സമയത്ത് അവര് നമ്മൾ മുൻപ് കണ്ട ആ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ആളെ ചെറുതായിട്ടൊന്ന് തട്ടുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് ഓടി വന്ന് ഹോളോയുടെ പ്രസൻസ് കിട്ടിയ സ്ഥലത്തേക്ക് വരും. പക്ഷെ അവിടെ ആണെങ്കിൽ ഹോളോ ഇല്ല. പെട്രോള് പോയ ഹീറോ ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെട്ട് പറയും, ദയവ് ചെയ്ത് ഇനിയെങ്കിലും നീ ഈ ഡിവൈസ് അത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് ഒന്ന് റിപ്പയർ ചെയ്യ്, ഇതിൽ കാണിക്കുന്ന സിഗ്നൽസ് അത് റോങ് ആണ്. അവരങ്ങനെ തർക്കിക്കുന്ന കറക്റ്റ് സമയം ആ കോട്ടും സൂട്ടൂട്ട ആളിപ്പോ അവരുടെ അടുത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ അവനോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതിനവൻ പറയും, എനിക്കിവിടെ ഒരു ഹോളോയുടെ പ്രസൻസ് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അടുത്ത നിമിഷം വീണ്ടും അവളുടെ ഡിവൈസിൽ ആ ഹോളോയെ സെൻസ് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട ആ കോട്ടിട്ട ആളുടെ പവർ ഉപയോഗിച്ച് ടമ്പും വില്ലും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞൊട്ടിയിടയിൽ ആ ഹോളോയെ തകർത്ത് കളയും. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് പറയും, എന്റെ പേര് ഒരു ഇഷിക, ഞാനൊരു സോൾ റീപ്പറിന്റെ എനിമിയാണെന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. നെക്സ്റ്റ് ഡേ ഹീറോ ആണെങ്കിൽ ക്ലാസ്സിലേക്ക് വന്ന് അവനെക്കുറിച്ച് തന്നെയായിരിക്കും ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. പക്ഷെ അവന്റെ പേര് അതിപ്പോ ഹീറോയ്ക്ക് ഓർമ്മയില്ല. ഉടനെ ഒറിഹിബയാണെങ്കിൽ അവിടേക്ക് വന്ന്, നീ ഒരു ഇഷിക, അവനെക്കുറിച്ചാണോ സംസാരിക്കണേന്ന് ചോദിക്കും. ഹീറോ ആണെങ്കിൽ മുൻപ് ആ പേര് കേട്ടിട്ടുണ്ട്. ഉടനെ അവളാണെങ്കിൽ അവരുടെ ക്ലാസ്സിലുള്ള ഒരു ഇഷികയെ അവന് കാണിച്ചു കൊടുക്കും. അവന്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി കടന്നു വരും. അവളുടെ ഒരു കുഞ്ഞു പാവ അതെങ്ങനെയെങ്കിലും ഒന്ന് പഴയതുപോലെ ആക്കി കൊടുക്കാമോ എന്ന് അവൾ ചോദിക്കുകയാണ്. അതിനവനാണെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു പാവ മുകളിലേക്ക് വലിച്ചെറിയും. അത് താഴേക്ക് വരുന്ന ആ സമയം കൊണ്ട് അവൻ അവന്റെ ബോക്സ് തുറന്ന് സൂചിയും നൂലും ഒക്കെ എടുത്ത് സെക്കൻഡുകൾ കൊണ്ട് അതിനെ സ്റ്റിച്ച് ചെയ്ത് പഴയതിലും പെർഫെക്റ്റ് ആക്കി മാറ്റും.
ഉടനെ അവർ രണ്ടുപേരും ആ കാര്യം കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ മേലെ ഭയങ്കരമായിട്ട് സംശയം തോന്നും. റുക്കിയും ഹീറോയും ആണെങ്കിൽ അപ്പോൾ ഒന്നും തന്നെ പറയാതെ അവിടുന്ന് കടന്നു പോകും. അതിനുശേഷം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആ കണ്ണാടി പയ്യന്റെ പിന്നാലെ ഹീറോ ആണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് അങ്ങനെ പോവാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ അല്പം മുൻപിലേക്ക് നടക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവും അവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അവൻ ദേഷ്യപ്പെട്ട് പറയും, ഇച്ചിഗോ, മര്യാദയ്ക്ക് നീ എൻ്റെ അടുത്തേക്ക് വാ. നീ ഒരുപാട് നേരമായി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഉച്ചയ്ക്കും നീയും ആ പെണ്ണും എൻ്റെ അടുത്തേക്ക് വന്നില്ലേ? അപ്പോഴും നിങ്ങൾ രണ്ടുപേരും വളരെ വിയേർഡായിട്ട് എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് അറിയാനുണ്ടോ? അതിന് ഹീറോ ആണെങ്കിൽ അവനോട് ചോദിക്കും, സത്യം പറയ്, കഴിഞ്ഞ ദിവസം ആ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ആ ഒരു ഹോളോവിനെ അതിനെ കൊന്നത് നീയല്ലേ? അതിനവനാണെങ്കിൽ ഹീറോയെ നോക്കി ചിരിക്കും. സത്യത്തിൽ നീ ഒരു മണ്ടനായ സോളോ റീപ്പറാണ്. നിനക്ക് ഒട്ടും തന്നെ പവറില്ല. അങ്ങനെ നിനക്ക് നിന്റെ പവറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും സമയം അത് ആവശ്യം വരില്ലായിരുന്നു. ഇച്ചിഗോ, എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നീ സ്കൂളിലേക്ക് വന്ന സമയം മുതൽ നിന്നെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. നിന്റെ ഉള്ളിലെ സ്പിരിച്വൽ എനർജി അതാദ്യം തന്നെ തിരിച്ചറിഞ്ഞത് ഞാനാണ്. അതിനുശേഷം നീ ആ റുഖയെ കണ്ടുമുട്ടിയതും അവളുടെ പവർ നിനക്ക് കിട്ടിയതും അതൊക്കെ എനിക്കറിയാം. യഥാർത്ഥ സോൾ റീപ്പർ അത് റുഖയല്ലേ? അവളുടെ പവറല്ലേ അവൾ നിനക്ക് ദാനമായിട്ട് തന്നത്. പക്ഷേ നിനക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ഹീറോ അവനങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഞൊടിയിടയിൽ ആ കണ്ണാടി പയ്യൻ അവനവന്റെ റിബൺ പവർ അത് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ഹീറോയുടെ റിബൺ അതിൽ ടച്ച് ചെയ്യാണ്. ഹീറോയ്ക്കാണെങ്കിൽ സത്യത്തിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഹീറോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ കണ്ണാടി പയ്യനാണെങ്കിൽ ഹീറോയോട് പറയും, ഈ ലോകത്ത് സോൾ റീപ്പറിന്റെ ആവശ്യമില്ല. എന്നെ കൊണ്ട് സോൾ റീപ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഹീറോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അതേസമയം ഇവിടെ ഷോപ്പില് ആ കുഞ്ഞു പെണ്ണും ചെക്കനും അവർ രണ്ടുപേരും വീണ്ടും ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഈ കാഴ്ച കണ്ട അവിടെ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ആളാണെങ്കിൽ ആ പയ്യനെ തൂക്കിയെടുക്കും. അത് കണ്ട റുക്കിയാണെങ്കിൽ ആളെ ചവിട്ടിയിട്ട് ഹീറ്റായിട്ട് ആ ഷോപ്പിന്റെ ഓണറിന്റെ അടുത്തേക്ക് വരും. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഈ മൊബൈൽ ഡിറ്റക്ടർ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾ ഇതുവരെ ഇത് ശരിയാക്കിയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ച് അവളത് ആൾക്ക് നേരെ വലിച്ചെറിയും. ആ ഷോപ്പ് ഓണർ ആണെങ്കിൽ ഇപ്പൊ അവളോട് സോറി പറയും. ഐ എം സോറി, ഞാൻ ആക്ച്വലി കുറച്ച് തിരക്കിലായിരുന്നു, എനിക്കത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാനായില്ല. അതേസമയം ഇവിടെ ഹീറോ ആണെങ്കിൽ ഫൈറ്റിനൊന്നും നിൽക്കാതെ അവിടുന്ന് കടന്നു പോകും. അതുകൊണ്ട് ആ കണ്ണാടി പയ്യൻ അവനെ കളിയാക്കാണ്. നീ ആക്ച്വലി ഒരു യൂസ്ലെസ് ആണ്. നീ ശരിക്കും ഒരു സോൾ റീപ്പർ അല്ല. ആ റുഖയുടെ പവർ അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം തന്നെ ചെയ്യാൻ കഴിയുന്നത്. അവളുടെ പവർ ഇല്ലാതെ, അവളുടെ പെർമിഷൻ ഇല്ലാതെ നിന്നെ കൊണ്ട് ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയില്ല. അതാണ് നിന്റെ ലിമിറ്റേഷൻ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഷോപ്പ് ഓണർ ആളാണെങ്കിൽ ക്വിൻസിയെ കുറിച്ചും ആ കണ്ണാടി പയ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് റുക്കിയെ ചോദിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 200 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടത്. ഓൾ റിപ്പേഴ്സിനെ പോലെ തന്നെയാണ് അവരും ഹോളോവേഴ്സിനെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഒരു സോൾ റീപ്പർ സാധാരണ ഒരു ഹോളോവിന്റെ ബോഡിയിലുള്ള സോളിനെ സോൾ സൊസൈറ്റിയിലേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് അയക്കും. എന്നാൽ ഇവരാണെങ്കിൽ ആ ഹോളോയെയും സോളിനെയും പൂർണ്ണമായിട്ടും നശിപ്പിച്ചില്ലാതാക്കും. അവരാണെങ്കിൽ ഒരു ദയവുമില്ലാതെ ഹോളോവേഴ്സിന്റെ പിടിയിൽ പെട്ടുപോയ സോളുകളെ പോലും നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാങ്ങിനെ ഇല്ലാതാക്കി സോൾ റിപ്പേഴ്സിനെ മാത്രം അവിടെ റീപ്ലേസ് ചെയ്തു. ഇവിടെ ഈ ഷോപ്പ് ഓണർ ആണെങ്കിൽ അങ്ങനെ ഓരോരോ സ്റ്റോറി പറയുന്ന അതേസമയം നമ്മുടെ ഹീറോ അവൻ കൺട്രോൾ പോയി ആ ഡീറിന്റെ വായിൽ നിന്ന് ആ സീഡ് എടുത്ത് അവൻ കഴിച്ച് സോൾ റിപ്പറായി മാറി കണ്ണാടി പയ്യനോട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.